തൊടുപുഴയ്ക്കടുത്തുള്ള ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ഇംഗ്ലീഷ് മാസവും രണ്ടാമത്തെ ഞായറാഴ്ച നടക്കുന്ന സൗഖ്യ അഭീഷ്ടസിദ്ധി പൂജ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സൗഖ്യവും അതുപോലെ തന്നെ അഭീഷ്ടസിദ്ധിയും പ്രദാനം ചെയ്യുന്ന ഒരു പൂജയാണ്. അപ്പോൾ അതിൽ ധാരാളം അനുഭവങ്ങൾ ആളുകൾ പങ്കുവയ്ക്കാറുണ്ട്. ഈ പൂജയിൽ പങ്കെടുത്ത് ധാരാളം അവരാഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചു, അല്ലെങ്കിൽ അവരുടെ രോഗങ്ങളൊക്കെ നിശേഷം മാറി എന്ന് പറയുമ്പോൾ അത് അവർക്ക് ഭഗവാനിലുള്ള ഒരു വിശ്വാസം കൊണ്ട് ലഭിച്ച ആ ഒരു അനുഗ്രഹമാണ്. കാരണം ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാപരയുഗത്തിൽ 5000 വർഷങ്ങൾക്കും അപ്പുറത്ത് നകുലൻ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ആയുർവേദത്തിൻ്റെ ആചാര്യന്മാരും ദേവവൈദ്യന്മാരുമായിരുന്ന അശ്വിനി ദേവന്മാരുടെ പുത്രൻ നകുലൻ ലോകമെങ്ങും സൗഖ്യം നിറയ്ക്കുക എന്ന മഹാസങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ച ഭഗവാന്റെ സന്നിധിയിൽ നടക്കുന്ന വളരെ വിശേഷപ്പെട്ട ഒരു പൂജയാണ്. അപ്പോൾ ഇതിന് കുറേ പ്രത്യേകതകളുള്ളത്. ഈ പൂജ നടക്കുന്നത്, ഇനി അടുത്ത പൂജ വരുന്നത് ജൂലൈ 13 ഞായറാഴ്ചയാണ്. അപ്പോൾ അന്ന് രാവിലെ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്നവർക്കൊക്കെ അറിയാവുന്നതുപോലെ രാവിലെ 8:30 ക്ഷേത്രത്തിൽ ഒരു 17 പ്രദക്ഷിണം ഉണ്ടാവും ഭഗവാന്റെ ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട്. അതിനുശേഷം 9:30 തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തിലെ ആചാര്യന്മാർ ഇവിടെ ഔഷധ സൂക്തം ജപിക്കും. ക്ഷേത്ര മണ്ഡപത്തിലാണ്. അപ്പോൾ വന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും ചുറ്റമ്പലത്തിൽ വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തുമായിട്ടിരുന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ ധാരാളം ആളുകൾ രോഗബാധിതരായി ഇവിടെ എത്താറുണ്ട്. അവരൊക്കെ 1-2 പൂജ കൊണ്ട് രോഗത്തിൽ നിന്ന് മുക്തി നേടാറുമുണ്ട്. അപ്പോൾ അവരൊക്കെ തങ്ങളെ ബാധിച്ചിട്ടുള്ള ആ രോഗത്തിൽ നിന്നും മുക്തി നൽകണമെന്നൊരു പ്രാർത്ഥനയോടുകൂടി ക്ഷേത്രത്തിനുള്ളിൽ ഇരുന്ന് ചുറ്റമ്പലത്തിലിരുന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ള ഒരു സമയമാണ്. ദൂരദേശങ്ങളിലുള്ള ധാരാളം ആളുകൾ ഇവിടെ എത്താതെ തന്നെ അവർ മനസ്സുകൊണ്ട് തന്നെ ഈ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട്, ലോകമെമ്പാടും ഇരുന്നു കൊണ്ട് തന്നെ. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ പ്രാർത്ഥന നടത്തി ഈ ഒരു സൗഖ്യാഭീഷ്ടസിദ്ധി പൂജയിൽ പങ്കെടുത്ത് ഇവിടെ വരാതെ തന്നെ 1-2 പൂജ കൊണ്ട് അവരാഗ്രഹിച്ച കാര്യം സാധിച്ചത് ആ ഒരു അനുഭവം അവർ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭഗവാനിലുള്ള അചഞ്ചലമായ ഒരു വിശ്വാസം കൊണ്ട് ലഭിക്കുന്നതാണ്.